അമ്മ എന്ന സ്നേഹം, ദയ, കരുണ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അച്ഛൻ എന്നത് ജീവിതത്തിൽ വിജയിക്കാനുള്ള കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ് അച്ഛൻ. നിങ്ങളാണ് അവരുടെ സൂപ്പർ ഹീറോ. അതെ, അവർ നിങ്ങളുടെ തണലിൻ്റെ കീഴിൽ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞു വളരട്ടെ, പഠിക്കട്ടെ. എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മക്കൾക്ക് അമ്മയുടെ കഷ്ടപ്പാടിനെക്കുറിച്ചോ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചോ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ അത് എപ്പോഴും അനുഭവിക്കുന്നവരാണ്. എന്നാൽ അച്ഛൻ്റെ ശ്രദ്ധയും കരുതലും മൂലം ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അച്ഛൻ്റെ പാരൻറ്റിങ് സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ആൺകുട്ടികൾ ഒരു അച്ഛനാകുന്ന സമയത്തോ പെൺകുട്ടികൾ വിവാഹിതരായതിനു ശേഷമോ ആയിരിക്കും. പലരുടെയും ചിന്തയിൽ അച്ഛൻ വളരെ ഗൗരവക്കാരനും കർക്കശക്കാരനും ദേഷ്യക്കാരനും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിരിക്കാത്ത വ്യക്തി എന്നൊക്കെയാണ്. എന്തെങ്കിലും ചോദിച്ചു തന്നാൽ കേട്ടിരിക്കുന്നതല്ലാതെ ചെറുചിരികിൽ ഒതുക്കുന്ന വ്യക്തി എന്നൊക്കെയാണ് അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തെളിഞ്ഞു വരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് അച്ഛൻ എന്ന് മനസ്സിലാക്കണം. അച്ഛൻ്റെ പ്രത്യേക പരിചരണത്തിൽ വളരുന്ന കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന 6 കഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ശൈശവവും കൗമാരവും കഴിഞ്ഞ് തുടർന്നുള്ള ജീവിതത്തിനിടയിൽ ഈ കഴിവുകളും നിങ്ങൾക്ക് ഗുണകരമായി മാറിയിട്ടുണ്ടാകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിനോ കൂട്ടുകാർക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഒരു ഉപകാരപ്രദമായി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വീണ്ടും ചെയ്യാം. ഒന്നാമത്തെ കാര്യം ആത്മവിശ്വാസമാണ്. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് ഉപദേശങ്ങളും വീഡിയോകളും നിരന്തരം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ആത്മവിശ്വാസം എന്ന വലിയ ബലം വർദ്ധിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ് അച്ഛൻ. നമ്മുടെ റോൾ മോഡലും മെൻറ്ററുമാണ് അച്ഛൻ. നമുക്ക് നമ്മുടെ കഴിവുകളെയും കഴിവില്ലായ്മകളെയും തിരിച്ചറിയുവാനും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, എന്താണ് നമ്മുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്നിവയെക്കുറിച്ചും അവബോധം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത് അച്ഛനാണ്. ഇതുകൂടാതെ അച്ഛനെ കണ്ടിട്ടാണ് നമ്മൾ പല പ്രശ്നങ്ങൾക്കും എങ്ങനെ പരിഹാരം കാണണം, എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്നത്. പ്രോബ്ലംസ് സോൾവിങ് സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് എന്നൊക്കെയാണ് ഇതിന് മനഃശാസ്ത്രപരമായി പറയുന്നത്. ഇത്തരം കഴിവുകൾ ഒരു കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ ഭയം കുറയുകയും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ അതിനെ തരണം ചെയ്യാനും സാധിക്കും. അതിനൊപ്പം നമ്മൾ കാണുന്ന ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുന്നത് വരെ തുടർച്ചയായി പരിശ്രമിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസത്തിലും കലാകായിക മേഖലകളിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ. ഇതിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തായി തീരണം, എങ്ങനെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം, അതിനൊക്കെ രീതിയിലാണ് പരിശ്രമിക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ധാരണ അച്ഛൻ നമുക്ക് ഉണ്ടാക്കി തരും. അത് നമ്മൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ഗുരുവിനെ കാണിച്ചു തരുന്നത്. അമ്മ നമുക്ക് അച്ഛനെ കാണിച്ചു തരും, അച്ഛൻ ഗുരുവിനെ കാണിച്ചു തരും, ഗുരു ദൈവത്തിനെ കാണിച്ചു തരും, മാതാപിതാ ഗുരുദൈവം. ഇതിൽ നമ്മുടെ കഴിവുകൾ വളരെയധികം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നത്. അത്തരത്തിൽ നമ്മുടെ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നത്, അത്രയും നല്ല ടീച്ചേഴ്സിനെ കണ്ടെത്തി തരുന്നത് നമ്മുടെ അച്ഛനാണ്. അതുപോലെ ലോക പ്രശസ്തരായിട്ടുള്ള കലാ കായിക താരങ്ങളുടെ ഇൻ്റർവ്യൂവിൽ അവർ കൂടുതലായി മെൻഷൻ ചെയ്യുന്നത് ആരെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ അച്ഛനെ കുറിച്ചായിരിക്കും. അതായത് സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും PU ചിത്ര ആയാലും സെറീന വില്യംസ് തുടങ്ങിയവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ അച്ഛനെ കണ്ടിട്ടാണ് പഠിച്ചത്, അച്ഛനാണ് ഞങ്ങൾക്ക് എല്ലാം, അച്ഛനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തില്ലായിരുന്നു എന്നൊക്കെയാണ്. അങ്ങനെ കലാകായിക രംഗത്ത് ഉള്ളവർക്ക് മെച്ചപ്പെട്ട നേട്ടം കൈവരിക്കാൻ അവർക്ക് ധൈര്യം പകർന്നത്, അവരിൽ വാശി ഉണ്ടാക്കിയത്, അവരുടെ ആഗ്രഹങ്ങൾ വളർത്തിയെടുത്തത്, അവർക്ക് കോമ്പറ്റീവ് സ്പിരിറ്റ് പകർന്നു നൽകി ലക്ഷ്യം കണ്ടെത്തും വരെ മുന്നേറാനുള്ള ഇച്ഛാശക്തി പകർന്നു നൽകിയത് അച്ഛനാണ്. സയൻസ് പരമായ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ
ഒരു കുട്ടിയിലെ സയൻറ്റിഫിക് സ്കിൽസ് കണ്ടെത്തുന്നതും അതിനുവേണ്ടി എല്ലാവിധ റോ മെറ്റീരിയൽസും ഒടുക്കി കൊടുക്കുന്നത് അച്ഛനാണ്. അങ്ങനെ അച്ഛൻ നൽകിയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെയാണ് ഒരു കുട്ടി ഭാവിയിലെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഇൻവെൻറ്റർ ഒക്കെ ആയി മാറുന്നത്. അടുത്തത് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പ്രധാനമായി വേണ്ട ഒരു കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും വികാരത്തിന് അടിമപ്പെടാതെ നിയന്ത്രിക്കാനും വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ എന്തൊക്കെ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ട്രെയിനിങ്ങുകൾ എല്ലാം ലഭിക്കുന്നത് അച്ഛനിലൂടെയാണ്. ഇത്തരം കഴിവുകൾ സ്വായത്തമാക്കുന്നതിന് ഫലമായിട്ടാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ എന്തു പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാനും അച്ഛൻ വളർത്തുന്ന കുട്ടികൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. നല്ല ബന്ധങ്ങൾ അല്ലെങ്കിൽ ഗുഡ് റിലേഷൻഷിപ്പ്. അച്ഛൻ്റെ പരിചരണത്തിലൂടെ വളരുന്ന കുട്ടികൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഇന്ന് നമ്മുടെ നാട്ടിലെ കൗമാരക്കാർക്കിടയിൽ പ്രണയങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ കൺസൾട്ടേഷന് കൊണ്ടുവരുമ്പോൾ അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പരിചരിച്ച് നോക്കി വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു വളരെ കുറച്ചു നാൾ മാത്രം പരിചയമുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതെന്ന്. അതിന് അവർ നൽകുന്ന ഉത്തരമാണ്, ഞങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്നും വേണ്ടത്ര പരിചരണമോ സ്നേഹമോ ലഭിച്ചിട്ടില്ല എന്നത്. ഞങ്ങളോട് ആരും ഒന്നും സംസാരിക്കാറില്ല, ഒന്നും പങ്കുവയ്ക്കാറില്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാറില്ല, എന്തെങ്കിലും വേണമോ എന്ന് തിരക്കാറുമില്ല. എന്നാൽ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങളെല്ലാം അവർക്ക് നൽകുന്നുണ്ട് എന്നും ഞങ്ങൾ വഴിതെറ്റുന്നതിന് കാരണം സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളും കൂട്ടുകെട്ടുകളുമാണ് എന്നൊക്കെയാണ്. എന്നാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് അച്ഛൻ്റെ പരിചരണത്തിൽ വളരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മോശം റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കില്ല എന്നാണ്. കൗമാരപ്രായമാകുമ്പോൾ കുട്ടികളെ ഉണ്ടാവുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ മാറ്റങ്ങൾ അച്ഛന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കാണുവാനും അതനുസരിച്ച് അവരെ, അതായത് മകനാണോ മകളാണോ ഒരു സുഹൃത്തായി കാണുവാനും ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് എന്തും തുറന്നു പറയുന്നതിനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ വീട് സ്വർഗം പോലെ അനുഭവപ്പെടും. വിവാഹം കഴിഞ്ഞ് എല്ലാ പെൺകുട്ടികളും സ്വന്തം ഭർത്താവിനെ അച്ഛനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയും സ്നേഹവും പരിചരണവുമാണ് അച്ഛനിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭർത്താവ് അങ്ങനെ തന്നെ ആകണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ആൺകുട്ടികളായാലും. എന്നാൽ ഹെൽത്ത് റിലേഷൻഷിപ്പ് എന്താണ്, അൺഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറുകയില്ല. കൂടാതെ നല്ല ധൈര്യവും തൻ്റെ ഇടവും അച്ഛൻ പ്രദാനം ചെയ്യുമ്പോൾ ആൺകുട്ടികൾ മാത്രം കടന്നു വരുന്ന മേഖലയിലേക്ക് പെൺകുട്ടികളും കടന്നു വരുന്നു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അച്ഛൻ്റെ കൃത്യവും വ്യക്തമായ നിരീക്ഷണം ഉണ്ടെങ്കിൽ സ്വന്തം കുട്ടികൾ അത്തരം സാഹചര്യത്തിലേക്ക് എത്താതിരിക്കാൻ തടയുവാനും സാധിക്കും. ഒപ്പം തന്നെ പോക്സോ ആക്ട് നടപടികൾക്ക് വിധേയരാകാതിരിക്കാനും ഇരകളാകാതിരിക്കാനും സാധിക്കും. റിലേഷൻഷിപ്പുകൾക്കിടയിൽ നോ പറയേണ്ടത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ധൈര്യവും തൻ്റെ ഇടവും അച്ഛനിൽ നിന്ന് ലഭിക്കും. അടുത്തതായി കുട്ടികൾ കണ്ടുവരുന്ന മറ്റൊരു കഴിവാണ് നല്ല വ്യക്തിത്വം അഥവാ ഗുഡ് പേഴ്സണാലിറ്റി. അച്ഛൻ വളർത്തുന്ന കുട്ടികൾക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ കുറവാണ്. ഈ ജയിലിൽ എല്ലാം കഴിയുന്ന പ്രതികളുമായിട്ട് ചില കൗൺസിലിങ്ങുകളൊക്കെ നടത്തുമ്പോൾ ആ പ്രതികൾക്ക് അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് തിരക്കുന്നത്, അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ കുട്ടിക്കാലത്ത് കിട്ടേണ്ടതായിട്ടുള്ള പരിചരണങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ കുറ്റവാളികളായി മാറിയത് എന്നാണ്. സാഹചര്യങ്ങളാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റിയത് എന്നാണ്. അപ്പോൾ അച്ഛനമ്മമാർ കുട്ടികൾക്ക് കൃത്യമായ പരിചരണം കൊടുക്കുകയും സംരക്ഷിക്കുകയും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി അവരെ വളർത്തുകയും ചെയ്താൽ ഒരിക്കലും ഇത്തരം കുറ്റവാസനകൾ ഉണ്ടാകില്ല. അതുപോലെ സാമൂഹ്യ വിരുദ്ധ മനോഭാവം അച്ഛൻ വളർത്തുന്ന കുട്ടികളിൽ വളരെ കുറവായിരിക്കും. മാത്രമല്ല അവർക്ക് സാമൂഹ്യ ബുദ്ധി കൂടുതലായിരിക്കും. പൊതുവെ അവർ നിയമത്തെ അനുസരിക്കുന്നവരും നല്ല പൗരന്മാരും ആയിരിക്കും. അടുത്തതായിട്ട് മാനസികാരോഗ്യം കൂടുതൽ. ആറാമതായി മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അച്ഛൻ വളർത്തുന്ന കുട്ടികളിൽ മാനസിക പ്രശ്നങ്ങൾ കുറവായിരിക്കും. സാധാരണയായി കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങൾ ടെൻഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, ആത്മഹത്യാ പ്രവണത എന്നിവ.
അച്ഛൻ്റെ പരിചരണത്തിൽ വളരുന്ന കുട്ടികളിൽ ഇത്തരം മാനസിക ആരോഗ്യ പ്രശ്നം കുറവായിരിക്കും. അച്ഛൻ കുട്ടികൾക്ക് പകർന്നു നൽകുന്ന 6 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെൽഫ് കോൺഫിഡൻസ്. അത് അവർ വളരുന്നതോടെ ഇമോഷണൽ ഇൻ്റലിജൻസും സോഷ്യൽ ഇൻ്റലിജൻസും കൂടുതലായിരിക്കും. ഏത് പ്രതിസന്ധികൾ വന്നാലും അതിനെ നിഷ്പ്രയാസം തരണം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ഈ 6 കാര്യങ്ങളാണ് ഏതൊരു വ്യക്തിയുടെയും ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടായി വേണ്ടുന്നത്. ഇതെല്ലാം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നത്, സ്വായത്തമാക്കുന്നത് അച്ഛനിൽ നിന്നാണ്. നിങ്ങൾ ഒരു അച്ഛനെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക: പാരൻറ്റിങ് എന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. നിങ്ങളാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ മെൻറ്റർ എന്ന്. അമ്മ എന്ന സ്നേഹം, ദയ, കരുണ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അച്ഛൻ എന്നത് ജീവിതത്തിൽ വിജയിക്കാനുള്ള കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ് അച്ഛൻ. നിങ്ങളാണ് അവരുടെ സൂപ്പർ ഹീറോ. അതെ, അവർ നിങ്ങളുടെ തണലിൻ്റെ കീഴിൽ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞു വളരട്ടെ, പഠിക്കട്ടെ.